ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല പത്തിരി ഉണ്ടാക്കിയെടുത്താലോ. നല്ല സോഫ്റ്റ് പത്തിരിയാണ്, 2 ദിവസം വെച്ചാലും കേടാവത്തില്ല കേട്ടോ. അപ്പോൾ നോമ്പിന് നിങ്ങളുടെ വക സക്കാത്തായി, എനിക്ക് നിങ്ങളുടെ സബ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാനൊരു പാന് വെച്ചിട്ട് നമുക്ക് കപ്പിൽ വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അളന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അപ്പോഴാണ് വെള്ളം കറക്റ്റ് ആവുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക, അത് ഓപ്ഷനിലാണ്. 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ഈ വെള്ളം ആവുകയുള്ളൂ കേട്ടോ. കറക്റ്റാണ് 4 കപ്പ് വെള്ളത്തിന് 4 കപ്പ് പൊടി കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വേഗത്തിൽ വെള്ളം വെച്ചിട്ട് എല്ലായിടത്തും നനവെത്തൂല. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ചൂടാറട്ടെ. നമുക്കിത് കൈ വച്ച് കുഴക്കാൻ പാകത്തിനുള്ള ചൂടാറി കിട്ടുന്നവരെ വെക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് ഞാനിതൊന്ന് ഒതുക്കിയെടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യണുള്ളൂ. കുറേ നേരം കുഴച്ചെടുക്കുക ഒന്നും വേണ്ട. പത്തിരിക്ക് നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കണ പോലെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ഒരുങ്കൂട്ടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, ഗോതമ്പ് പത്തിരി നമുക്ക് 2 ദിവസം വെച്ചാൽ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും, കേടുവരും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പാട്ടാക്കിയിട്ട് ഒന്ന് നീളത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഓരോ ഉരുളാക്കണമൊന്നുമില്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാതും ഞാൻ ഇട്ടിട്ടുണ്ട് പാകത്തിന്. ഇനി നമുക്ക് ഓരോന്ന് എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി അമർത്തി എടുത്തൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഓരോരുത്തർ കാട്ടണ പോലെ ഉറക്കെ വെച്ച് പരത്താന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്താട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് പരന്ന് കിട്ടും കേട്ടോ. പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. ഇതാ കനം കുറച്ച് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലോണം പൊള്ളച്ച് വരും കേട്ടോ. ഒരു പുറം നല്ലോണം ബബിൾസ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരമൊന്നും നമ്മളിത് അടുപ്പത്ത് വെക്കേണ്ട. നമ്മുടെ പൊടി നല്ലോണം വെന്ത് കിട്ടിയതാണ്. ഇതുപോലെ പൊള്ളച്ച് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വട്ടം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.